ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഏപ്രിൽ ആ ഒരു മന്തിൽ UK ട്രിപ്പ് പോയിരുന്നു. സോ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കുറേ ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇതൊരു നെസസിറ്റി ആണോ എന്നുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ചു യൂട്യൂബിലേക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഒരു സമയത്ത് എനിക്ക് നോക്കുമ്പോഴും ഇതൊരു ഡോക്യുമെൻറ്റിംഗ് ആയിട്ട് ഇവിടെ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ റിവൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഐ തോട്ട് ഡൂയിങ് ഇറ്റ്. ഓണസ്റ്റ്ലി ഈ ട്രിപ്പ് നടക്കോ ഇല്ലെന്നൊന്നും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ബിക്കോസ് ആകെ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് വിസ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് എല്ലാ കാര്യത്തിലും പോസിറ്റീവ് അപ്രോച്ചുള്ള ഞാൻ ഈ തവണ മാത്രം ഭയങ്കര നെഗറ്റീവായിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് വിസ കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലായിരുന്നു വേറൊരു ആവശ്യത്തിന്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള പാക്കിങ്ങോ സാധനങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്യാണ്ടാണ് ഞാൻ നാട്ടിലേക്ക് പോയത്. 22 ഏപ്രിൽ രാത്രി 9:30 എനിക്ക് UKVIയുടെ സക്സസ്ഫുൾ മെയിൽ വന്നത്. ആൻഡ് 25 തീയതിയായിരുന്നു എൻ്റെ ട്രാവൽ ഡേറ്റ്. ഞാൻ നാട്ടിൽ നിന്ന് കൊച്ചിയിൽ തിരിച്ചെത്തിയത് 24 മെയ്നായിരുന്നു. അപ്പോൾ ആകെ എനിക്കൊരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാനും പാക്കിങ് ചെയ്യാനും എല്ലാത്തിനും. എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിക്കാനോ സ്ട്രെസ് അടിക്കാനോ ആൻസൈറ്റി കാണിക്കാനോ ഉള്ളൊരു ടൈം ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ഹറിബറിയിലായിരുന്നു നടന്നത്. ആ ഒരു ദിവസമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും അതൊരു റേസ് അഗൈൻസ്റ്റ് ടൈമായിരുന്നു. അങ്ങനെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പെട്ടി അടയ്ക്കാൻ നേരത്തെ ഞാൻ ഒറ്റ കാര്യം ഓർത്തുള്ളൂ. ഒരാഴ്ച മുന്നേ പോലും ഞാൻ പോകുമെന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ജേർണിയിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലായിരുന്നു, കൊച്ചി ടു മുംബൈ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് കൊച്ചിയിൽ നിന്ന് ഇമിഗ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇമിഗ്രേഷൻ ആയിരുന്നു. നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ, എൻ്റെ ഫസ്റ്റ് ഡിഫിക്കൽട്ടി ഇവിടെയാണ്, സെക്കൻഡ് ബുദ്ധിമുട്ടുള്ള കാര്യം അടുത്തതാണ്. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതത്ര വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇമിഗ്രേഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര വലിയ സ്ട്രെസ്സായിരുന്നു. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റെല്ലാം കയറി മുംബൈ എത്തി കഴിഞ്ഞാൽ എയർപോർട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ വണ്ടറടിച്ച എയർപോർട്ടിൽ ഒന്നും അറിയാത്ത രീതിയിൽ നിന്നു. എനിക്ക് അടുത്ത ഫ്ലൈറ്റിന് അത്യാവശ്യം സമയമുണ്ട്, പക്ഷേ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. കാരണം കൊച്ചി എയർപോർട്ടിൻ്റെ ഒരു 3 സൈസ് ബിഗർ ആണെന്ന് തോന്നുന്നു മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ശരിക്കും ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് ഓണായി അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുകയാണെന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് വന്നത് മുംബൈ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം. പിന്നെ എനിക്ക് ലഗേജ് ഒന്നും റീകളക്ട് ചെയ്തിട്ട് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് അതിന് ഞാൻ കുറേ അധികം ആ എയർപോർട്ടിൽ കൂടി നടക്കേണ്ടി വന്നു, കുറച്ചധികം നടന്നു. ആൻഡ് ഫൈനലി ഞാൻ ഇമിഗ്രേഷനിൽ എത്തി. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ A to Z കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കാര്യമാണ് ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തതേ ഇല്ല, ഞാൻ ടെൻഷൻ അടിച്ചൊരിടത്ത് മാറി നിന്ന് കരഞ്ഞൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഞാൻ സൈൻ ബോർഡ്സ് ശ്രദ്ധിച്ചു, ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. എല്ലായിടത്തും എയർപോർട്ടിലും നല്ല, ഇപ്പം സിൻസ് ഐ എം ടോക്കിംഗ് അബൌട്ട് എയർപോർട്ടിൽ എല്ലായിടത്തും എല്ലാ കാര്യങ്ങൾക്കും ഇൻഫർമേഷൻ ഡെസ്കുകളുണ്ട്, അല്ലെങ്കിൽ സൈൻ ബോർഡ്സ് ഉണ്ട്, പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. സോ ഓൾ വി ഹാവ് ടു ഡു ഇസ് ആസ്ക്, ചോദിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പം ഞാനും അത് തന്നെയാണ് ചെയ്തത്. ഞാൻ പറ്റാവുന്നത്രയൊക്കെ സൈൻ ബോർഡ്സ് ഞാൻ ഫോളോ ചെയ്തു. അത് മനസ്സിലാവാതെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും ഞാൻ പോയി ഡൗട്ട് ചോദിച്ചു. അതർ പാസഞ്ചേഴ്സ് ഞാൻ കണ്ട എല്ലാവരോടത്തും ഇതെവിടെയാണ് അതെവിടെയാണെന്നൊക്കെ ചോദിച്ചു. ആൻഡ് ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ഇമിഗ്രേഷനിലേക്ക് പോകുന്ന ആ ഒരു ക്യൂ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് സെക്ഷനിലേക്കാണ് നമ്മളിനി പോകേണ്ടതെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ബിക്കോസ് ഞാൻ ലൈഫിൽ 1-2 എയർപോർട്ട്സിലൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ആൻഡ് മുംബൈ പോലൊരു വലിയ എയർപോർട്ട് ഞാൻ ഇതുവരെയും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അത്രയും സമയം എടുക്കുന്നുണ്ടായിരുന്നു. മുംബൈ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇറ്റ് ഈസ് എ ഹ്യൂജ് എയർപോർട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആൻഡ് നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ടെൻഷനാണല്ലോ. ആൻഡ് ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഐ കാൺട്ട് അഫോർഡ് ടു മിസ് മൈ ഫ്ലൈറ്റ് അറ്റ് ഓൾ. അങ്ങനെ ഇമിഗ്രേഷൻ കണ്ടുപിടിച്ച് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴാണ് എനിക്ക് അടുത്ത സർപ്രൈസ് കിട്ടിയത്. വേറൊന്നുമല്ല, വലിയ ക്രൗഡായിരുന്നു, നല്ലോണം തിരക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാനൊരു 1.5-1.25 മണിക്കൂർ നിന്നിട്ടായിരിക്കും എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗേറ്റിൽ പോയി ഇരുന്നപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സന്തോഷം ഉണ്ടായി. കാരണം എൻ്റെ മനസ്സിലെ ഹേർഡൽ നമ്പർ 1
ആയിരുന്നു അത്. ആൻഡ് അതെന്തായാലും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് മുംബൈ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാമ്പ് കിട്ടി. ആൻഡ് എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായി ആ നിമിഷത്തിലെന്ന് എനിക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എങ്ങനെയൊക്കെ എത്തിയാലും അത് കഴിഞ്ഞ് കിട്ടി എനിക്ക്. ആൻഡ് ഫൈനലി എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. ഫൈനലി ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അടുത്ത്, അതായത് ഹീത്രോയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിൻ്റെ അടുത്ത് ഞാൻ പോയി ഇരുന്നപ്പം എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ്, അതായത് എൻ്റെ ഹർഡൽ നമ്പർ 1 ഞാൻ ക്ലിയർ ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായത്. അങ്ങനെ മോർണിംഗ് ഒരു 4:30 എനിക്ക് ഹീത്രോയിലേക്കുള്ള ഫ്ലൈറ്റ്. ആൻഡ് ഓൾമോസ്റ്റ് 10 hours മേളിലുണ്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ആ ഒരു ഇമിഗ്രേഷൻ കഴിഞ്ഞ് ആ ഗേറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു റിയലൈസേഷൻ വന്നത്. ഒരാഴ്ച മുന്നേ വരെ ഞാൻ ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആണോ, എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു അൺസർട്ടൻ സ്റ്റേറ്റിലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, ഈ എയർപോർട്ടിലിരിക്കുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ജേർണി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതെനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായി. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇതൊരു വലിയ ജേർണിയാണെന്ന് മനസ്സിലായി. ഏകദേശം 10.5 hours ജേർണി ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു, കുറച്ച് നേരം കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. 1-2 സിനിമയും പാട്ടൊക്കെ കാണാൻ ശ്രമിച്ചു. അതൊന്നും എനിക്ക് വർക്കൗട്ടായില്ല. അങ്ങനെ ഞാൻ കയറി കിടന്നങ്ങ് ഉറങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് വേറൊരു കാര്യം ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്, എനിക്ക് ടൈം ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത് അവിടെ എവിടെയെങ്കിലും മനസ്സിലാകാനുള്ള എന്തെങ്കിലും സിസ്റ്റം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സ്ക്രീനിലൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു നോളജും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചതുമില്ല. ഇടയ്ക്കൊരു ഇൻട്രോവേർട്ട് സ്വഭാവം ഉള്ളതുകൊണ്ട് വേറെ ആരോടും ചോദിക്കാനും പോയില്ല. അതുകൊണ്ട് ഇപ്പം എത്ര സമയമാണ്, അല്ലെങ്കിൽ ഇത് ഏത് രാജ്യമാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ മേൽക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയമായി എന്നുള്ളത് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അങ്ങനെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ലാൻഡിങ് സമയം അറിയാമല്ലോ. സോ ഒരു കാര്യം മാത്രം ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഡ്രീം ചെയ്ത ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി ഞാനിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ലോങ് ജേർണിയുടെ ശേഷം ഫൈനലി ആ അനൗൺസ്മെൻറ്റ് വന്നു. വി ആർ നൗ പ്രിപ്പയറിങ് ഫോർ ലാൻഡിങ് ഇൻ ലണ്ടൻ എന്നുള്ളത്. ആൻഡ് ആ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഉണ്ടായ ഫീൽ എനിക്കിപ്പോഴും ഭയങ്കര ഫ്രഷായിട്ട് എൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിസ ടെൻഷൻസും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസും മുംബൈ എയർപോർട്ടിലുണ്ടായ നെർവസ്നെസ്സും പിന്നെ എൻ്റെ ഫസ്റ്റ് ഇമിഗ്രേഷൻ എക്സ്പീരിയൻസും ഇത്രയും നീണ്ട ഫ്ലൈറ്റ് ജേർണിയും എല്ലാം കഴിഞ്ഞ് ഞാൻ ഫൈനലി UK ലാൻഡ് ചെയ്യാൻ പോവാണ്. ഈവൻ ദോ ഞാനൊരു ഒരാഴ്ചത്തെ ട്രിപ്പിനാണ് പോയതെങ്കിലും പെട്ടെന്ന് UK ലാൻഡ് ചെയ്ത് അങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് എത്തിപ്പെട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. ഈ ഒരു ലോങ് ടൈമിനൊക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഞാൻ UK ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇമിഗ്രേഷൻ കഴിയണമല്ലോ. അപ്പം ഫസ്റ്റത്തെ അബദ്ധം എന്ന് വെച്ചാൽ നേരെ പോയി നിന്നത് തെറ്റായുള്ളൊരു ഇമിഗ്രേഷൻ ക്യൂയിലാണ്. ആൻഡ് അവിടെയുള്ള സ്റ്റാഫ് അവസാനം എന്നോട് പറഞ്ഞു, ഇതല്ല നിങ്ങളുടെ ക്യൂ, പോയി നിങ്ങളുടെ ക്യൂ നോക്കി നിൽക്കൂ എന്ന് പറഞ്ഞു. സോ അപ്പോൾ തന്നെ എനിക്ക് എല്ലാം പോയി, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ബിക്കോസ് വന്നിറങ്ങി ആദ്യം തന്നെ മിസ്റ്റേക്ക്. ഓക്കെ, അങ്ങനെ ഇന്ത്യൻസിനുള്ള ക്യൂ പോയി കണ്ടുപിടിച്ചു, അവിടെ പോയി നിന്നു. അവിടെയും കുറേ നേരം ക്യൂ നിന്നതിന് ശേഷമാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് കിട്ടിയത്. ആൻഡ് ഇമിഗ്രേഷൻ കഴിഞ്ഞു. ആൻഡ് എൻ്റെ ഏറ്റവും ഹെക്റ്റിക് ജേർണി ഇനിയാണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് പോകേണ്ടിരുന്നത് വെയിൽസിലേക്കാണ്. വെയിൽസിൽ ബാങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടത്. ആൻഡ് അവിടെ നിന്ന് ട്രെയിൻ ജേർണി ആയിരുന്നു എനിക്കുള്ളത്. ആൻഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ട്രെയിൻ സിസ്റ്റം അല്ല അവിടുത്തെ ട്രെയിൻ സിസ്റ്റം എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോ എനിക്ക് ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് ട്യൂബ്, ആ എയർപോർട്ടിൽ നിന്ന് ട്യൂബ് കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഹീത്രോ എയർപോർട്ട് എന്ന് പറയുന്നത് ഹ്യൂജാണ്. ബിക്കോസ് ഞാൻ നേരത്തെ മുംബൈ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. മുംബൈ ഒന്നും അല്ലെന്ന് തോന്നുന്നു ഹീത്രോൻ്റെ ഫ്രണ്ടിൽ. അപ്പം ഹീത്രോ എയർപോർട്ട് ഇസ് സച്ച് എ ഹ്യൂജ് എയർപോർട്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ അണ്ടർഗ്രൗണ്ട് ട്യൂബ് എവിടെയാണെന്നുള്ള, ഒബ്വിയസ്ലി താഴെയാണെന്ന് അറിയാമെങ്കിലും എങ്ങോട്ടാണ് വഴി, എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് മോറോവർ ഞാൻ ലഗേജ് കളക്ട് ചെയ്യാൻ ചെന്ന ആ ടൈമിൽ എൻ്റെ അടുത്ത് ഇമിഗ്രേഷൻ ടൈമിൽ എൻ്റെ അടുത്ത് ഇമിഗ്രേഷൻ ഓഫീസറാണ് ലൈക്ക് എവിടെ പോവാണ്, എങ്ങനെയാണ് ഇനി കമ്മ്യൂട്ടെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഐ തിങ്ക് യുവർ ട്രെയിൻ ഇസ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര നെർവസായി. ബിക്കോസ്
ആദ്യമായിട്ട് പരിചയമില്ലാത്ത ഒരു ഇൻഫർമേഷനും ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ ഉള്ള ട്രെയിനും ക്യാൻസലായി, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളൊട്ടും ഹെസിറ്റേറ്റ് ചെയ്യാണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യലായിരുന്നു എൻ്റെ അടുത്ത ജോലി. ഞാൻ അവിടെ കണ്ട കുറേ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ചില ലൈൻസ് മാത്രമേ, എലിസബത്തൻ ലൈൻ അങ്ങനെയൊക്കെ പറഞ്ഞ ലൈൻസാണ് അവിടെ. അപ്പോൾ അതിൽ എല്ലാം ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പോകേണ്ട ലൈൻ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ ലിഫ്റ്റിലൊക്കെ കയറി താഴെ ചെന്ന് അണ്ടർഗ്രൗണ്ട് ട്യൂബ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് മെഷീൻ കണ്ടു. അവിടെയും ഞാൻ എല്ലാം ചോദിച്ച് തന്നെ ചെയ്തത്, ഇനി തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ടിക്കറ്റിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് ഫസ്റ്റ് ട്യൂബിൽ, അതും ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരോടും കയറിയത്. അവിടെ ആ ഒരു സ്റ്റേഷനിൽ എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിന് ആൾക്കാരൊന്നും കണ്ടില്ല. പാസഞ്ചേഴ്സിനോട് ചോദിക്കല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷനൊന്നും കണ്ടില്ല. അങ്ങനെ ഫസ്റ്റ് ട്യൂബ് കണ്ടുപിടിച്ച് ഫസ്റ്റ് ട്യൂബിൽ കയറി ഇരുന്നതിന് ശേഷം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു. ലൈക്ക് നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഓക്കെ ഈ ഒരു കാര്യം ശരിയായി, ഇനി അടുത്തതും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടതെന്നുള്ളൊരു ഇവിടെ നിന്നില്ലാത്തൊരു സെൽഫ് കോൺഫിഡൻസ് വന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്യൂബിൽ കയറിയിരുന്നു. പിന്നെ ആ മുന്നേ ട്യൂബിൽ കയറാൻ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം മെത്തേഡ് തന്നെ അടുത്ത സ്ഥലത്തും ഞാൻ അപ്ലൈ ചെയ്തു. ലൊക്കേഷൻ ChatGPTയിൽ ഇട്ട് കൊടുത്തു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഏത് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഇറങ്ങണോ, അല്ലെങ്കിൽ ഏത് സ്റ്റേഷന് മുന്നേ ആണ് ഏത് സ്റ്റേഷൻ കഴിഞ്ഞ തൊട്ട് നെക്സ്റ്റ് ആണ് എൻ്റെ സ്റ്റേഷൻ എന്നൊക്കെ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ആ ഒരു ഇൻസൈഡ് അതിൻ്റെ അകത്തും ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, നെക്സ്റ്റ് സ്റ്റേഷൻ ഇതാണ്, നെക്സ്റ്റ് സ്റ്റോപ്പ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഗെറ്റ് ഡൗൺ ചെയ്തത് എന്താ പറയുക ഈ ട്യൂബ് ജേർണി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. എനിക്ക് എക്സാക്ട്ലി അതിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല അപ്പം അവിടെ നിന്ന് എനിക്ക് ട്രെയിനായിരുന്നു, പ്രോപ്പർ ട്രെയിൻ ജേർണി ആയിരുന്നു. പിന്നെ ക്രൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേർണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ഞാൻ ട്രെയിനിലിരുന്നു ഫസ്റ്റ് ജേർണിയിൽ. ക്രൂ എന്നൊരു സ്റ്റേഷനിലാണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. അവിടെ നിന്നായിരുന്നു ഫൈനലി എനിക്ക് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. ആൻഡ് ബാംഗ്ലൂർ ആയിരുന്നു എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഫസ്റ്റ് ടൈം ഞാൻ ട്യൂബ് ജേർണി എടുക്കാൻ നേരത്തെ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഏത് ട്യൂബിലാണ് കയറേണ്ടത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലുള്ള ട്യൂബിലേക്കാണ് കയറേണ്ടത്, ഒന്നും ക്ലിയർ ആവുന്നില്ല. വേറൊരു പ്രധാന പ്രശ്നം ഞാൻ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല. അപ്പം നെറ്റ് ഓൺ ചെയ്ത് ChatGPTയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഉള്ളൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ അത് ഞാൻ ഫസ്റ്റ് ട്യൂബിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ റേഞ്ച് കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും അറിയണമെങ്കിൽ മുൻകൂട്ടി തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം കയറാനെന്നുള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ജേർണി വീണ്ടും ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ അട്ടർ കൺഫ്യൂസിങ് ആണ്, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഓൾറെഡി അവിടെ കുറേ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ്സിലുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലായിരിക്കും നമുക്ക് പോകേണ്ടത്. അപ്പോൾ അത് ഏത് ലൈനിലാണ് കയറേണ്ടതെന്നുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് അറിയാം, മനസ്സിലായി. രണ്ടാമത് ഞാൻ റിട്ടേൺ ജേർണി വന്നപ്പോഴത്തേക്കും എനിക്ക് ഓൾമോസ്റ്റ് അത് ക്ലിയർ ആയി. പക്ഷെ ആ ഒരു ടൈമിൽ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ എനിക്കതൊന്നും അതിങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാനുള്ളൊരു എന്താ പറയുക, അത്രയും ഒരു കാര്യപ്രാപ്തിയോട് കൂടി ഞാൻ വർക്ക് ചെയ്തില്ല. സ്റ്റിൽ എൻ്റെ ജേർണീസൊക്കെ ഓക്കെ ആയിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ എനിക്കതൊന്നും കണ്ടുപിടിച്ചിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ബുദ്ധി വന്നില്ല. എങ്ങനെയൊക്കെയോ ChatGPTയുടെ ഹെൽപ്പൊക്കെ ചോദിച്ചു, പിന്നെ അവിടെ ഉള്ള ആൾക്കാരോട് ഹെൽപ്പ് ചോദിച്ച് ആ ഒരു ജേർണി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ 2-3 ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, 2 മാസം ആയതുകൊണ്ട് ജേർണീസ് കഴിഞ്ഞ് ഞാൻ ഫൈനലി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് എൻ്റെ ട്രെയിൻ, അപ്പോഴും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള സിസ്റ്റമൊന്നും അല്ല, കുറച്ച് പാടായിരുന്നു എനിക്ക് എൻ്റെ സീറ്റും കോച്ചൊക്കെ കണ്ടുപിടിക്കാൻ. ലൈക്ക് അതെവിടെയാണ് വരുന്നത്, പ്ലാറ്റ്ഫോം നമ്പറും കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആകെ ആ ഒരു ടൈമിലുള്ളൊരു ട്രെയിൻ, ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ട ട്രെയിൻ ആണെങ്കിൽ ആ ഒരു ടൈമിൽ വരും, അതാണ് നമ്മുടെ ട്രെയിൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചു, ട്രെയിനിൽ കയറിയിരുന്നു. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ക്രൂ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് ഞാൻ ഫസ്റ്റ് ഗെറ്റ് ഡൗൺ ചെയ്തത്. അവിടെ നിന്ന് ഫൈനൽ എനിക്ക് ബാംഗ്ലൂരിലേക്കായിരുന്നു ട്രെയിൻ. ബാംഗ്ലൂർ ആയിരുന്നു എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ക്രൂവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈവൻ ദോ 2 പ്ലാറ്റ്ഫോമേ ഉണ്ടെങ്കിൽ പോലും അതും എനിക്ക് കൺഫ്യൂസിങ് ആയിരുന്നു.
ഇതിൽ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് എൻ്റെ ട്രെയിൻ വരുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം ഒരു തവണ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ ആയി. ബട്ട് ദെൻ ആ ഒരു ടൈമിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ ക്രൂ എന്ന സ്റ്റേഷനിൽ നിന്നാണ് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ട്രെയിനിൽ. ദാറ്റ് വാസ് മൈ ഫൈനൽ ജേർണി. ഫൈനൽ ജേർണി എന്ന് വെച്ചാൽ UK എത്തിയിട്ടുള്ള എൻ്റെ ഫൈനൽ ജേർണി അതായിരുന്നു. സോ ഫൈനലി ക്രൂവിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിൽ കയറിയപ്പോഴാണ് എനിക്ക് എന്താ പറയുക, ഒരു മനസ്സ് നിറഞ്ഞു എന്ന് പറയത്തില്ലേ, ആ ഒരു ഫീല് കിട്ടിയത്. കാരണം ഓൾമോസ്റ്റ് ഐ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 24 hours നൗ. അങ്ങനെ അത്രയും ഒരു ഹെക്ടിക് ജേർണി, ഒരു ഹ്യൂജ് ജേർണി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പം അതിൻ്റെ എല്ലാ ഫിസിക്കൽ മെൻ്റൽ ക്ഷീണങ്ങളും എനിക്കുണ്ട്. ഞാൻ അന്നത്തെ ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഫൈനൽ ഒരു ജേർണിയിൽ ഞാൻ ആ ട്രെയിനിലിരിക്കുമ്പം ഒരു പ്രത്യേക തരം മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ആൻഡ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു ഡെസ്റ്റിനേഷൻ അവിടെ എഴുതി കാണിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീല്, ബിക്കോസ് ആ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട പ്ലേസാണ്. ഈവൻ ദോ ഞാൻ അവിടെ നെവർ ബീൻ ടു ദാറ്റ് പ്ലേസ് ഏർലിയർ. അവിടെ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളുമായിട്ടോ ആത്മബന്ധം, എനിക്ക് വേണ്ടപ്പെട്ടവരവിടെ ഉണ്ടോ, അങ്ങനെ ഒരു ഹിസ്റ്ററിയും എനിക്കില്ല. പക്ഷേ ത്രൂ മൈ പ്രൊഫഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്ലേസ് ആണത്. എൻ്റെ കരിയറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്, ഒരു നെയിമാണത്. സോ ഫൈനലി ഞാൻ ആ ഒരു പ്ലേസിലേക്കാണ് എത്തിപ്പെടാൻ പോകുന്നതെന്നുള്ളൊരു റിയലൈസേഷൻ ശരിക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. സോ ഇനി ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ചെയ്യുമായിരിക്കും, ചിലപ്പം ചെയ്യത്തില്ലായിരിക്കും. എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അഡ്വഞ്ചേഴ്സ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, ബിക്കോസ് ഇതൊരു വലിയ വീഡിയോ ആണെന്നറിയാം. എന്നാൽ പോലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. പിന്നെ ത്രൂ ഔട്ട് ദിസ് ജേർണി ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാണുന്നതെല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ആണെങ്കിലും ഒന്നും പറയാനില്ല. നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്ന സമയത്ത്. അപ്പം ഇത് ചെസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. എല്ലാത്തിലും ഭയങ്കര ഈസ്തറ്റിക്സ് ആയിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര മനസ്സിന് നമുക്ക് ഒരിക്കലും ഒരു അരോചകമായി തോന്നാത്തതായിരുന്നു എല്ലാം. അത്രയും കാണുന്നതിലെല്ലാം ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റുന്ന അത്രയും നല്ല നല്ല കാഴ്ചകളായിരുന്നു എല്ലായിടത്തും. അങ്ങനെ ഞാൻ ഫൈനലി ബാംഗ്ലൂർ എത്തി.